ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ മോർണിംഗ് 5:30 ആണ് സമയം. നമ്മൾ ഫിഷിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേറ്റുവേലിക്കാണ് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത്. പുലിമുട്ടാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളത് നോക്കാം. Forgetting it. Morning start with a black tea. സണ്ണ് റൈസ് ചെയ്യാൻ പോകുന്നുള്ളൂ. റൈസ് ചെയ്യുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഫിഷിങ് ചെയ്യാൻ പോവാണ്. കാലത്ത് 5:30 5:30 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ചായ കുടിച്ച് നമ്മളിപ്പോൾ ചേറ്റുവേലി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഡ്രോൺ ഫിഷിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലേ. നടക്കുമോ എന്നറിയില്ല, നോക്കി നോക്കാം. ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ്, നോക്കട്ടെ. റോഡ് വെക്കാൻ വേണ്ടി നമ്മൾ 2 മടൽ ഊതിന്നാ നേഹ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഡ്രോണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യണ ഒരു റിമോട്ട് കൺട്രോൾ സിസ്റ്റമാണത്. നമ്മൾ അതിൽ ഫിക്സ് ചെയ്തിട്ട് ഒരു റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമ്മൾ ആ ബെയ്റ്റിനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു സാധനമാണിത്. എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പോലെ. കാലത്ത് തന്നെ നമ്മൾ ഫിഷിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ബീച്ചിൽ വന്ന് കിടക്കുക, ഫുഡൊക്കെ കൊണ്ടുവരിക, അതൊക്കെ നല്ല ബെസ്റ്റ് പരിപാടികളാണ്. ഇങ്ങനെ 2 യൂണിറ്റുകളാണ് വരുന്നത്. ഒന്ന് ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു യൂണിറ്റും പിന്നെ ഒരു റിമോട്ട് കൺട്രോൾ യൂണിറ്റുമാണ്. നമുക്കിത് ഡ്രോണിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാം. നമ്മൾ ബെയ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചാളയുടെ തല കട്ട് ചെയ്തിട്ട് ട്രിപ്പിൾ ഹൂക്കിൽ ഇട്ടിരിക്കുകയാണ്. നോക്കാം എങ്ങനെയാണ്. ഞാനും ഇത് ആദ്യമായിട്ട് ചെയ്ത് നോക്കണേ. ഡ്രോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഇതാക്കിയിട്ട് റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് അതിനെ റിലീസ് ചെയ്യാം. അല്ല, അത് വെച്ചിട്ടല്ല, അങ്ങനെയല്ല.
ഇതിൻ്റെ നമ്മൾ വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇത് റിമോട്ട് കൺട്രോളാണ്. അതിൻ്റെ ഈ റിമോട്ട് കൺട്രോളിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം വരും. അപ്പോൾ ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ അൺലോക്കായി, ഇത് ലോക്കായി. ഏകദേശം ഒരു 400-500 മീറ്റർ ഒരു ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ ഇവിടെ ഇതിനൊരു ചെറിയൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിതിനെ കണക്ട് ചെയ്യണേ. നോക്കാം. ആദ്യം ഓപ്പൺ ആക്കണം. ഇതൊന്ന് അടുപ്പിച്ച് കാണാം. ഇത് നമ്മൾ ഈ കെട്ടിനെ ഇങ്ങനെ വെക്കുന്നു. അതിനുശേഷം ലോക്ക് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ ലോക്ക് ചെയ്തു. ചെറിയൊരു നോട്ട് ഇട്ട് ലോക്ക് ചെയ്തു. ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ വെക്കുന്നു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ ലൈന് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടിരിക്കണം. കാരണം ലിഫ്റ്റ് ചെയ്യണ നേരത്ത് ലൈൻ കുടുങ്ങാനൊന്നും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം. കണ്ടോ, നമ്മളിപ്പോൾ ഇങ്ങനെ വലിക്കണപ്പോൾ ലൈൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ലൂസാക്കി ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ കുറച്ച്, എന്നിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് പതുക്കാനെ ഡ്രോണിനെ നമുക്ക് പതുക്കാനെ ലിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ലിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രോണിനെ അങ്ങോട്ട് പറത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനെ അത്യാവശ്യം നല്ല ലൂസ് ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആക്കി വെക്കുക. Perfect landing. ഗംഭീരായിട്ടത് ഭയങ്കര ഇതല്ലേ. നമ്മളവിടെ വെയിറ്റിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ്. ഒന്നും റെഡി ആയില്ല. കുറേ 2-3 കല്ലുകളുണ്ട് കുറേ. അപ്പോൾ അത് കുടുങ്ങിയിട്ട് പൊട്ടിച്ചു. പിന്നെ നമുക്കതൊരു പ്രാക്ടീസ് ആയിട്ടില്ല ശരിക്കും പറഞ്ഞു. നമ്മൾ നോർമൽ
ഫിഷിങ്ങിലേക്ക് നമ്മുടെ പണ്ടത്തെ നോർമൽ എറിഞ്ഞ് ഉള്ള തണ്ടലേക്ക് എൻ്റെ ചെയ്തിയാണ്. മീൻ കിട്ടുമെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെയുള്ള ലൊക്കേഷൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടു നോക്കും, ഒരു ഏരിയൽ വ്യൂ ഒക്കെ എങ്ങനെയിട്ട് നോക്ക്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരാളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാൻ കുറേ നാളായിട്ട് തപ്പിയെടുക്കായിരുന്നു എവിടെയാണെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരാൾ തന്നെയായിരിക്കും. ഹലോ ഗായ്സ്. ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരാന്നുള്ളത്. ഞാൻ ആരെയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഫിഷിങ്ങിന് വന്നപ്പോൾ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. അപ്പോൾ എന്താ പറയാനുള്ളത് ഗൈസ്, നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ആളുടെ ചാനലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നമ്മൾ കോയിൻസിഡൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് മീറ്റ് ചെയ്താണ്. പക്ഷെ സംസാരിച്ച് നമ്മൾ കുറേ നേരം സംസാരിച്ചു. ഫുള്ള് ചാനലിനെ കുറിച്ച്, വീഡിയോസിനെ കുറിച്ച് എല്ലാം നമ്മൾ സംസാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ സപ്പോർട്ടും തരുന്ന നിങ്ങൾക്കും, പിന്നെ ഹാപ്പി ബേബി ഫിഷിംഗ് ആ ചാനലിന് എൻ്റെ വക എല്ലാ പ്രാർത്ഥനകളും. പിന്നെ ഫിഷിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. കിട്ടാത്തത് നമ്മുടെ തെറ്റല്ല. നമുക്ക് മീൻ കിട്ടണില്ല എന്നുള്ളത് ഒരു മെയിൻ പ്രശ്നം തന്നെയാണ്. എങ്കിലും പക്ഷെ എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ കിട്ടും. ട്രൈ ചെയ്യേണ്ടി. യെസ്. പിന്നെ ഇടയ്ക്കൊക്കെ കിട്ടും. പിന്നെ ബാക്കിയുള്ളവർ പിടിക്കുന്ന മീനും നമ്മുടെ മീൻ പോലെ തന്നെ കാണുമ്പോൾ ഇവിടെയുള്ള ഓരോരുത്തർ പിടിക്കുന്ന മീനും നമ്മുടെ സ്വന്തം മീനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. ഓക്കെ ഗൈസ്, വീഡിയോ ലൈക്ക് ചെയ്യണം. നമ്മുടെ ഹാപ്പി ബേബി ഫിഷിങ്ങിൻ്റെ ചാനലിലുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, താങ്ക് യു. ബൈ.